വീട്ടിലേക്ക് പോയി. ഇപ്പൊ ചിന്തയിലേക്ക് ഞങ്ങൾ പോകാൻ പാടില്ല. ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കണം. ഞാനിപ്പോ ഈ പ്രോഗ്രാമിലാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിക്കണം. ഇന്നയാള് സംസാരിക്കുന്നത് കേൾക്കണം. അപ്പൊ അവയർനെസ് വേണം. ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. പോസിറ്റീവ് മാത്രം ചിന്തിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ അവയർനെസ് ഉണ്ടാവും. എക്സാമ്പിൾ, ഭക്ഷണം കഴിക്കുന്നില്ല എല്ലാവരും? ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കി. ബാക്കിൽ തന്നെ മക്കള് കൈവക്കും. ശരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യും. എന്തിനു വേണ്ടി നമ്മൾ ജീവിക്കണം? നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം. ഈ നല്ല ഭക്ഷണം കഴിക്കുമ്പോ മറ്റുള്ളവരുടെ സംസാരം, ഫംഗ്ഷന്റെ കാര്യമേ പറയുന്നത്, മറ്റുള്ളവരെ സംസാരിച്ചിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ന്യൂസ് കണ്ടുകൊണ്ടോ സീരിയൽ കണ്ടുകൊണ്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു യന്ത്രം പോലെ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ അത് അവയർനെസ്സോട് കൂടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് ആ രുചി അനുഭവിച്ച് അത് തൊണ്ടയിലൂടെ ഇറങ്ങി പോകുന്നത് മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ് ഒരു ദിവസം നിങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അങ്ങനെ കഴിച്ചതായിരിക്കും, കഴിക്കുന്നുണ്ടായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ അങ്ങനെ കഴിക്കുമ്പോ ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവയർനെസ് കൂടി കഴിക്കുമ്പോൾ നമുക്കത് വേണ്ടി വരില്ല. ചിലപ്പോ അതിന്റെ പകുതി മതിയാവും. നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചപ്പോലെ വെറുതെ നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊരു കാര്യമില്ല. അപ്പൊ നമുക്ക് അവയർനെസ് വേണം, അവബോധം വേണം. ഇത് രണ്ടും എല്ലാ കാര്യത്തിലും വേണം. ഡ്രൈവ് ചെയ്യുമ്പോൾ അവയർനെസ് വേണ്ടേ, അവബോധം വേണ്ടേ? അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവും. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച ആക്സിഡന്റ് ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. ഉദാഹരണം, സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പോകുന്ന വീട്ടിലേക്ക് പോകുന്ന വഴിയില് ആ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്, ടൂ വീലർ പോകുന്നു. പക്ഷെ നിങ്ങളുടെ ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾ വീട്ടിലേക്ക് എത്തുന്നതിനിടക്ക് നിങ്ങളുടെ ഇടയിലൂടെ ചിലപ്പോൾ പരിചയമുള്ള പല ആളുകളും കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിങ്ങൾ ഉപബോധ മനസ്സാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ചിന്തകൾ അവയർനെസ് വേണം, അവബോധം വേണം. ഭക്ഷണം കഴിക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും അതേപോലെ തന്നെ എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മുടെ ചിന്തയെ ക്രോഡീകരിക്കുക. ഓക്കെ.